ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത വന്നിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ സ്ഥാനാർത്ഥിയാകും. തൃണമൂൽ കോൺഗ്രസ് നേതൃയോഗത്തിലാണ് തീരുമാനം. നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കും. UDF-നെതിരെ അടക്കം വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചൊരു സാഹചര്യത്തിൽ ഇനി എത്തരത്തിൽ UDF-ലേക്ക് പോകുമെന്നുള്ള ചില ആശങ്കകളൊക്കെ പ്രവർത്തകർക്കൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ PV അൻവർ അനുഭാവികൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. LDF-നെതിരെ ആഞ്ഞടിക്കേണ്ടതിന് പകരം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പേര് നൽകുന്നതിനായി ഇനി വെറും 3 ദിവസം കൂടി മാത്രമേ സമയമുള്ളൂ എന്നുള്ളതും കൂടിയാണ്. അല്ലെങ്കിൽ 3 ദിവസം മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥി പേര് നൽകാനായിട്ടുള്ള സമയപരിധി. ആ ഒരു സാഹചര്യത്തിൽ UDF-നെതിരെയും LDF-നെതിരെ പറഞ്ഞ പോലെ തന്നെ UDF-നെതിരെയും VD സതീശനെതിരെയും നേതൃത്വത്തിനെതിരെയും വലിയ രീതിയിൽ ആഞ്ഞടിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ PV അൻവർ മത്സരിക്കുമോ എന്നുള്ള ചിന്ത തന്നെയായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. നിലമ്പൂരിൽ ഒരു നിർണായക ശക്തിയായി മാറുമോ, കറുത്ത ഉദയായി മാറുമോ PV അൻവർ എന്നുള്ളതൊക്കെയാണ് ഇനി അറിയാനുള്ളത്. കൃത്യമായൊരു സ്ഥിരീകരണം നാളെ ആയിരിക്കും ഉണ്ടാവുക. സംസ്ഥാന സമിതി യോഗത്തിന് ശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. നോമിനേഷൻ കൊടുക്കാൻ വെറും 3 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഇത്തരത്തിലൊരു സുപ്രധാന തീരുമാനം ഉണ്ടാകുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. ഘടകകക്ഷിയാക്കിയില്ല, അല്ലെങ്കിൽ ഘടകകക്ഷിയാക്കുന്നതിനെ സംബന്ധിച്ച് തീരുമാനമൊന്നും UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ സഹകരണ കക്ഷിയെങ്കിലും ആക്കുന്ന തരത്തിലേക്ക് തീരുമാനങ്ങൾ നീങ്ങിയേനെ 4 മാസം മുമ്പ്. എന്നാൽ അതിനെ സംബന്ധിച്ച് കൃത്യമായ പ്രഖ്യാപനം UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതിനെ തുടർന്ന് PV അൻവറും വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ സമയത്തെ കൃത്യമായി മുൻ UDF കൺവീനർ MM ഹസൻ കൃത്യമായി തീരുമാനം അറിയിച്ചതാണ്. അത് VD സതീശനോട് അത് കൃത്യമായി അതിനെ സംബന്ധിച്ച് ഒരു വാർത്താ സമ്മേളനം വെച്ച് അറിയിക്കാനും സൂചിപ്പിച്ചതാണ്. എന്നാൽ അത് പിന്നീട് നടന്നില്ല, അത് നീണ്ടു പോവുകയായിരുന്നു. അതിനുശേഷം VD സതീശനെ കണ്ട് കൂടിക്കാഴ്ച നടത്തിയപ്പോഴും പ്രഖ്യാപിക്കാം എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ്. ആ വാക്കുകളൊന്നും പാലിച്ചില്ല UDF എന്നുള്ളതാണ്. അതിനുശേഷമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്ന ശേഷമാണ് വലിയ രീതിയിൽ UDF-മായി ഒരു പോര് തന്നെ PV അൻവർ തുടങ്ങിയത് എന്നുള്ളതും കൂടിയാണ്. അവസാന മണിക്കൂറിലേക്ക് കടന്നപ്പോൾ പോലും, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലും രൂക്ഷമായ പരാമർശം തന്നെ ഉണ്ടായിരുന്നു. KC വേണുഗോപാലിനെ അടക്കം ആരോപിത പട്ടികയിലേക്ക് വരുത്തുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ പുതിയ തീരുമാനമുണ്ടായിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ സ്ഥാനാർത്ഥിയാകും. തൃണമൂൽ കോൺഗ്രസ് നേതൃയോഗത്തിലാണ് തീരുമാനം. നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കും. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.